Welcome all. Today we are discussing about anatomy of seed coat. നമുക്കറിയാം സീഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡെവലപ്പ് ഫ്രം ഓവ്യൂൾ. സീഡിൻ്റെ ഔട്ടർ കവറിങ്ങിനെയാണ് സീഡ് കോട്ട് എന്ന് പറയുന്നത്. സീഡ് മെച്ചർ ആകുമ്പോൾ ആണ് സീഡ് കോട്ട് ഡിസ്റ്റിങ്വിഷ്ഡ് ആകുന്നത്. ഇതിന് ടെസ്റ്റ എന്ന് പറയുന്നു വിച്ച് ഈസ് ഡെവലപ്പ് ഫ്രം 1 or 2 ഇൻഡക്യുമെൻറ്റ്സ്. സീഡ് കോട്ടിൻ്റെ അനാട്ടമി നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം പ്ലാന്റ് ടു പ്ലാന്റ്. സീഡ് കോട്ടിൻ്റെ മെയിൻ ഫങ്ഷൻസ് എന്തെല്ലാമെന്ന് വെച്ചാൽ ഇറ്റ് പ്രൊട്ടക്ട് ദ എംബ്രിയോ ഫ്രം ഇഞ്ചുറി and also from drying out. It defends against adverse environmental condition. Seed coat protects the seed from mechanical stress and from microorganism invasion, temperature and humidity fluctuation. ഇത്രയാണ് ഇതിൻ്റെ മെയിൻ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. Angiosperm ovule have 1 or 2 indicuments take part in the formation of seed coat. All part of one or both indicuments may take part in the formation of seed coat. In most of seed, integumental tissue destroyed by other developing tissue and seed coat develop only from remaining part of integuments. ആ ഡിസ്ട്രോയ് ആയ പാർട്ട് ഇറ്റ് ഈസ് യൂഷ്വലി ഇൻ്റർമോസ്റ്റ് ഓർ ഇൻ്റർമീഡിയറ്റ് മിഡിൽ ലെയർ ഓഫ് ഇൻറ്റഗ്യുമെൻ്റ് ആയിരിക്കും. അതുമാത്രമല്ല ന്യൂസെല്ലസ് ഇറ്റ് ഈസ് ഓൾസോ ടേക്ക് പാർട്ട് ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് സീഡ് കോട്ട്. ഇനി അനാറ്റമിക്കൽ സ്ട്രക്ചർ ഓഫ് സീഡ് കോട്ട് പറയുകയാണെങ്കിൽ consists of outer fibrilla seed coat of outer epidermis and hypodermis, which separates easy to reveal the dense smooth inner epidermis of seed coat. The seed coat has 2 layers. The outer layer is thick and it is known as testa. The inner layer is known as tegmen. Next, histological structure of seed coat. There are vast differences in histological structure of seed coat of different plants. ഏറ്റവും സിംപ്ലസ്റ്റ് ടൈപ്പ് ഓഫ് സീഡ് കോട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ ഓർക്കിഡേസിയ. അതിൽ സീഡ് കോട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സിംഗിൾ ലെയർ ഓഫ് ഇലോങ്ങേറ്റഡ് സെൽസ് ആയിരിക്കും വിച്ച് ഈസ് ഒറിജിനേറ്റഡ് ഫ്രം ഔട്ടർ ഇൻഡക്യുമെൻറ്റ്സ്. അതുമാത്രമല്ല എൻ എയർ സ്പേസ് ഈസ് പ്രസൻറ്റ് ബിറ്റ്വീൻ ദിസ് മെമ്പറേനിയസ് കോട്ട്. ഇങ്ങനെ എയർ സ്പേസ് ഉള്ളത് കൊണ്ട് തന്നെ this features enable the dispersal of seed. ഓക്കെ, അതുപോലെ ചില സ്പീഷീസിൽ അതായത് ഗോസിപ്പിയം ഹിബിസ്കസ് പോലെയുള്ള പ്ലാന്റ്സിൽ എപ്പിഡെർമിസിൽ സീഡ് കോട്ടിൻ്റെ എപ്പിഡെർമിസിൽ സ്റ്റൊമാറ്റ പ്രസൻ്റ് ആയിരിക്കും. ദ സീഡ് കോട്ട് ഓഫ് സം പ്ലാന്റ്സ് ലൈക്ക് ജനേറ ഓഫ് ലെഗുമിനേസി ഈസ് ഇംപെർമിയബിൾ ടു വാട്ടർ ആൻഡ് ഓക്സിജൻ. ഇതുപോലെ ലെഗുമിനോസി ഫാമിലിയിൽ ചില സ്പീഷീസിൽ സീഡ് കോട്ട് എന്ന് പറയുന്നത് ഇംപെർമിയബിൾ ടു വാട്ടർ ആൻഡ് ഓക്സിജൻ ഡ്യൂ ടു ദ സ്ട്രക്ചർ ഓഫ് സ്ക്ലിയറൻകൈമാറ്റ സെൽസ് ആൻഡ് കോമ്പോസിഷൻ ഓഫ് ദെയർ വാൾ ഫോം എ ബാരിയർ ടു വാട്ടർ പെർമിയേഷൻ. ചിലപ്പം ചില പ്ലാന്റ്സിൽ റെഡ്യൂസ്ഡ് ആയിട്ടുള്ള ഇന്നർ ഇൻറ്റഗ്യുമെൻറ്റ്സ് വാട്ടർ പെർമിയേഷന് കാരണമാകും. അതുപോലെ ഫിനോൾസ് ക്യൂനോൺസ് പോലെയുള്ള സബ്സ്റ്റൻസസ് എല്ലാം അക്യുമുലേറ്റ് ചെയ്യുന്നതും വാട്ടർ ഇംപെർമിയബിൾ ആവാനും കാരണമാകുന്നുണ്ട്. Okay. In the seed coat of certain plants, a layer of radially elongated cells which are palisade-like but devoid of intercellular space. These cells have been termed as Malpighian cells. Malpighian cells are made up of cellulose, lignin or cutin. ഈ ഫിഗറിൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെ പാലിസൈഡ് ടിഷ്യൂ പോലത്തെ സെൽസ്, ഇതിനെയാണ് മാൽപീജിയൻ സെൽസ് എന്ന് പറയുന്നത്. പക്ഷേ പാലിസൈഡ് ടിഷ്യൂലെ പോലെ ഇൻ്റർസെല്ലുലാർ സ്പേസ് ഇതിൽ ആബ്സെൻ്റ് ആയിരിക്കും. ഓക്കെ, ദ ഔട്ടർ ലെയർ ഓഫ് അപ്പർ സെൽസ് ഓഫ് സം ലെഗുമിനോസി സീഡ് വിച്ച് ആർ കവേർഡ് ബൈ തിൻ ക്യൂട്ടിക്കിൾ. ചില സ്പീഷീസിൽ ക്യൂട്ടിക്കിൾ പ്രസൻ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇൻ സെറീഡിയം ആൻഡ് ഫ്ലോറിഡിയം ദ വാൾ ഓഫ് സച്ച് എപ്പിഡെർമൽ സെൽസ് ഹാവ് ബീൻ ഒബ്സർവ്ഡ് പ്ലാസ്മോഡെസ്മാറ്റ. അതുപോലെ ചില സ്പീഷീസിൽ പ്ലാസ്മോഡെസ്മാറ്റ എപ്പിഡെർമൽ സെൽസിൽ പ്രസൻ്റ് ആയിരിക്കും. In seeds of many of Leguminosae, 1 or more layer of cells with unusual shape are found below the Malpighian cells. They are also thick-walled and termed as osteosclerids. ഈ ഫിഗറിൽ കണ്ടു മാൽപീജിയൻ സെൽസ് അതിൻ്റെ ബെനീത്തായിട്ട് അൺയൂഷ്വലായിട്ട് ഇറഗുലറായിട്ട് 1 or 2 ലെയർ ഓഫ് സെൽസ് കാണാൻ പറ്റും. ഇതിനെയാണ് ഓസ്റ്റിയോസ്ക്ലീറിഡ്സ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് തിക്ക് വാൾഡ് ആയിരിക്കും.
അതുപോലെ they may contain pigment or be devoid of them. In seed coat of some plants, crystals or silica bodies are present. ചില പ്ലാന്റ്സിൽ സീഡ് കോട്ടിൽ ക്രിസ്റ്റൽസ് അല്ലെങ്കിൽ സിലിക്ക ബോഡീസ് എല്ലാം പ്രസൻ്റ് ആയിരിക്കും. In Lycopersicon esculendum, the thick integument following part can be distinguished: an outer epidermis, an intermediate parenchymatous tissue in which inner and outer zones are present, an inner epidermis which contain pigment. With the development of seed cells of outer parenchyma increase in number and thickening, develop the intertangential wall. When seeds are partially mature, outer epidermal cells are seen to be very elongate in radial direction and longitudinal wall thickening. In final stage of development of epidermal cells, their whole content transformed into mucilage. ഇവിടെ ടൊമാറ്റോൻ്റെ കേസിൽ സീഡ് നോക്കിയാൽ മതി. അതിൽ സീഡ് എന്ന് പറയുന്നത് സീഡ് കോട്ട് എന്ന് പറയുന്നത് മുസിലേജ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ. The surface of seed of different species may have special characteristic features such as hairs, ribs, folds, spines and hooks. Usually it is developed from epidermis of testa. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫൈബേഴ്സ് ഓഫ് ഗോസിപ്പിയം, അതിൽ എപ്പിഡെർമൽ സെൽസ് വിച്ച് ഇലോങ്ങേറ്റ് ടു ഫോം ഹെയർസ്. അതുപോലെ സംടൈംസ് സീഡ് കോട്ടിൽ വിച്ച് ഈസ് എക്സ്പാൻഡഡ് ടു ഫോം വിങ് ലൈക്ക് സ്ട്രക്ചർ ഓഫ് തിൻ വാൾഡ് സെൽസ് വിച്ച് ബിക്കം ഫിൽഡ് വിത്ത് എയർ. ഇതുപോലെയുള്ള വിങ്സ് അല്ലെങ്കിൽ ഹെയർസ് എല്ലാം എന്താ സീഡിൻ്റെ ഡിസ്ട്രിബ്യൂഷന് ഈസി ആക്കുന്നു. ഓക്കെ. ദ സീഡ് കോട്ട് ഓഫ് സെർട്ടൈൻ പ്ലാന്റ് ഈസ് ജ്യൂസി ഇൻ പ്യൂണിക്ക. അതായത് പൊംഗ്രാനറ്റിൽ അതിൻ്റെ സീഡ് കോട്ട് എന്ന് പറയുന്നത് ജ്യൂസി ആയിരിക്കും. അതെന്ന് പറയുന്നത് എഡിബിൾ ആയിരിക്കും, ജ്യൂസി ആയിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ. ഇൻ ലിനം ഉസിറ്റാറ്റിസിമം an outer layer which become mucilaginous when in contact with water. ഈ സ്പീഷീസിൽ സീഡ് കോട്ട് എന്ന് പറയുന്നത് മുസിലേജിനസ് ആയിരിക്കും വെൻ ഇൻ കോണ്ടാക്റ്റ് വിത്ത് വാട്ടർ. ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ അനാട്ടമി ഓഫ് സീഡ് കോട്ട് എന്ന് പറയുന്നത്. നമ്മളിവിടെ കണ്ടു ഓരോ പ്ലാന്റിൻ്റെയും സീഡ് കോട്ട് എന്ന് പറയുന്നത് അതിൻ്റെ അനാട്ടമിക്കൽ സ്ട്രക്ചർ, മോർഫോളജി അല്ലെങ്കിൽ അതിൻ്റെ ടെക്സ്ചർ എന്ന് പറയുന്നത് എല്ലാം പ്ലാന്റ് ടു പ്ലാന്റ് ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, അത്രയേ ഉള്ളൂ. താങ്ക് യു.